ഹായ്, ഇൻവെസ്റ്റിംഗ് ജേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ IT സെക്ടർ കമ്പനികളിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 3-4 ക്വാർട്ടറായിട്ട് ഭയങ്കര പ്രശ്നമാണ്. അവരുടെ കോളും PPT പ്രസൻറ്റേഷനും ഒക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഫുള്ള് കരച്ചിലും പിഴിച്ചിലും തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഈ സമയത്ത് പല സ്റ്റോക്കുകളും നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ അപ്രോച്ച് ഈ സമയത്ത് എന്തായിരിക്കണം, അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യയിലുള്ള ഒരുവിധം കമ്പനികളൊക്കെ നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ TCS എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം 30% ഡൗൺ ആയിട്ടാണ് ഇപ്പം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. HCL ടെക്നോളജീസ് ആണ് 23% ഡൗൺ ആണ്. ഇനി നമ്മുടെ ടാറ്റ എലക്സി ആണെങ്കിൽ 40% ഡൗൺ ആണ് ഓൾ ടൈം ഹൈയിൽ നിന്ന്. 10,000 ഒക്കെ വരെ പോയ സ്റ്റോക്ക് ആയിരുന്നു, ഇപ്പം ഭയങ്കര മോശാവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്? കാരണം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ പ്രശ്നം നമ്മുടെ AI ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു, അത് ഭയങ്കര ഒരു തിരിച്ചടി നമ്മുടെ നാട്ടിലുള്ള കമ്പനികൾക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ US ട്രേഡ് ഡീൽസ്, നമ്മുടെ താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രംപിൻ്റെ വക കുറേയധികം ഇടയ്ക്കിടയ്ക്ക് ഞെട്ടിക്കൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് ഈ ഇൻഡസ്ട്രീനെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ അമേരിക്കൻ മാർക്കറ്റിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ IT ഇൻഡെക്സ് ആയിട്ടുള്ള നാസ്ഡാക്ക് ഓൾ ടൈം ഹൈയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു പാരഡോക്സ് ആണ് അല്ലേ? കാരണം നമ്മൾ അവിടത്തേക്ക് നോക്കുമ്പോൾ, നമ്മുടെ അമേരിക്കയിലോട്ട് നോക്കുമ്പം അവിടെ ഒരു കുഴപ്പമില്ല. എല്ലാ കമ്പനികളും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പോൾ മൈക്രോസോഫ്റ്റ് നോക്കുകയാണ്, അല്ലെങ്കിൽ എൻവിഡിയ, പാലന്റിയർ, എല്ലാ കമ്പനികളും ഇപ്പം ഓൾ ടൈം ഹൈയിലാണുള്ളത്. അവരുടെ റിസൾട്ട്സും ഒക്കെ നല്ല രീതിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ കമ്പനികൾക്ക് മാത്രമേ നമ്മൾ ഈ പ്രശ്നങ്ങൾ ഇപ്പം കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ. പക്ഷേ ആ ഒരു പ്രശ്നം വന്ന സമയത്ത് നമ്മുടെ AIൻ്റെ പ്രശ്നങ്ങൾ വന്നു, അതുപോലെ തന്നെ താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ വന്ന സമയത്ത് അമേരിക്കൻ മാർക്കറ്റും നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാസ്ഡാക്ക് ഒക്കെ ഇടിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം എന്ത് ചെയ്തു? ഇത് റിക്കവർ ചെയ്തു, പഴയ പോലെ തന്നെയായി മാറി. ഇപ്പം ഓൾ ടൈം ഹൈ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അപ്പോൾ എന്താണ് അവിടെയും ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം? അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയർ എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇടിയും. ഒരു 50 to 99% ഒക്കെ പല കമ്പനികളും ഇടിഞ്ഞു പോകാറുണ്ട്. അതായത് ഇടിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭൂലോകം ഇടിച്ചിലായിരിക്കും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ കുറേ കാലത്തേക്ക് സ്റ്റോക്സ് ഒന്നും അനങ്ങുകയില്ല. ആ രീതിയിൽ കുറേ കാലം ഒരു ഡൗൺ ട്രെൻഡിൽ പോയിട്ട് നമുക്ക് ഭയങ്കര, അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഭയങ്കര ഹെഡേക്ക് ഉണ്ടാക്കുന്ന പോലത്തെ ഒരു കമ്പനികളാണ് ഇവിടെ ഉള്ളത്, US മാർക്കറ്റ്സിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെട്ടെന്ന് നമ്മുടെ ഈ AIയും അതുപോലെ തന്നെ ട്രംപിൻ്റെ താരിഫ് റിലേറ്റഡ് ഇഷ്യൂ വന്ന സമയത്ത് അവിടുത്തെ ബിഗ് ഇൻവെസ്റ്റേഴ്സിനൊന്നും എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നല്ല രീതിയിൽ അതിൽ നിന്ന് എക്സിറ്റ് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും അവർ വീണ്ടും എന്ത് ചെയ്തത്? അവരുടെ ഒരു എക്സിറ്റിന് വേണ്ടിയിട്ട് ഈ സ്റ്റോക്കിനൊക്കെ വീണ്ടും അടിച്ച് മുകളിലോട്ട് കയറ്റിയിട്ടുണ്ടാവുക. അതൊരു റീസൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അപ്പം ഭാവിയിൽ ഇതേപോലെ തന്നെ കുറേ കാലം നമ്മുടെ IT സെക്ടർ അവിടെയും പ്ലേ ആവും നമുക്ക് 100% ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അങ്ങനെ വൺസ് ആ ഒരു സെക്ടറിൻ്റെ സ്റ്റോക്സൊക്കെ ഡൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലും ഈ സാധനങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ച് കയറുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലോബലി എല്ലാ കമ്പനികളും IT സ്പെൻഡിങ് കുറച്ചിട്ടുണ്ട്. ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പം തൽക്കാലത്തേക്ക് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കറിയാം അൺസർട്ടനിറ്റീസ് ഉണ്ട്, കുറേ അധികം കാര്യങ്ങൾക്ക് സൊല്യൂഷൻസ് ഇല്ല, കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ IT സെക്ടറിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം എല്ലാ സ്ഥലത്തും ഉണ്ട്. അവരുടെ സ്പെൻഡിങ് നല്ല രീതിയിൽ കുറഞ്ഞത് കൊണ്ടാണ് ഇന്ത്യൻ കമ്പനികൾക്ക് പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്. പിന്നെ ഇന്ത്യൻ IT സെക്ടർ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ കൂടുതലും ലേബർ ഇൻറ്റൻസിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ചീപ്പ് റേറ്റിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ ഇവിടെ കുറേ അധികം പ്രൊജക്ട്സും കാര്യങ്ങളും ഇത്രയും കാലമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ AI വന്നതോടുകൂടെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്തോളും? AI തന്നെ ചെയ്യും. അപ്പം നമ്മുടെ IT കമ്പനികൾക്കുള്ള ആ ഒരു അഡ്വാൻറ്റേജ് ഇവിടെ നഷ്ടപ്പെടുവാണ്. നമ്മുടെ IT കമ്പനിയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടുത്തെ മാൻ പവറാണ്. പക്ഷേ മാൻ പവറിൻ്റെ ആവശ്യം ഇപ്പം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇന്ത്യൻ കമ്പനികൾക്ക് നല്ല രീതിയിൽ പണി കിട്ടിയിരിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റാത്ത, നല്ല രീതിയിലുള്ള ഗ്രോത്തും കാര്യങ്ങളൊന്നും കാഴ്ചവെക്കാൻ വേണ്ടി പറ്റാത്തത്. ഇപ്പം പല ഇന്ത്യൻ കമ്പനികൾക്കും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന പ്രൊജക്ട്സ് ഒന്നും ഇപ്പം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു പോസ് മോഡിലോട്ട് പോയിട്ടുണ്ട്. കുറച്ച് കാലം കഴിഞ്ഞിട്ട് എന്താണ് സ്ഥിതിഗതികളെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഇനി ആ ഒരു പ്രൊജക്ട്സൊക്കെ നമുക്ക് റിട്ടേൺ കിട്ടുള്ളൂ. തൽക്കാലം ഒരു പോസ് മോഡിൽ പോകുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് കാര്യമായിട്ടുള്ള പെർഫോമൻസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രാവശ്യത്തെ Q1 ഓഫ് FY26 റിസൾട്ട്സ് ഒന്ന് നോക്കാം. മെയിൻ ആയിട്ടുള്ള കമ്പനികൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ TCSൻ്റെ റിസൾട്ട്സ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1% അവർ കൊണ്ടുവന്നിരിക്കുന്ന സെയിൽസ് ഗ്രോത്ത്. ഇനി പ്രോഫിറ്റ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ 6% പ്രോഫിറ്റാണ് TCS കൊണ്ടുവന്നത്.
ടാറ്റ എലക്സിയുടെ കേസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6% സെയിൽസ് ഗ്രോത്ത് ഡൗൺ ആണ്, 22% പ്രോഫിറ്റ് ഡീ ഗ്രോത്ത് ആണ് സംഭവിച്ചിരിക്കുന്നത്. 22% പ്രോഫിറ്റ് കുറവാണ് അവർക്ക് ഈ ഒരു Q1 കൊണ്ടുവരാൻ പറ്റിയത്. HCL ടെക്നോളജീസ് 8% സെയിൽസ് ഗ്രോത്ത് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രോഫിറ്റ് ആണെങ്കിൽ 10% ഡൗൺ. അപ്പോൾ എല്ലാത്തിൻ്റെയും പി എങ്ങനെയാണ് ഇപ്പം ഭയങ്കര ചീപ്പായിട്ടാണ് കാണുന്നത്. എല്ലാത്തിൻ്റെയും പി ഭയങ്കര കുറവായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, ഇപ്പം തന്നെ നല്ല ടൈമാണ് വാല്യൂ ഇൻവെസ്റ്റിങ്ങിൻ്റെ അല്ലേ, വാല്യൂ ഇൻവെസ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ടൈമാണ്, എല്ലാം നമുക്ക് ഭയങ്കര ചീപ്പായിട്ടാണ് കിട്ടുന്നത്, ഇപ്പം തന്നെ പോയിട്ട് പൊസിഷൻസ് ബിൽഡ് ചെയ്യാം എന്നാണ് പല ആൾക്കാരും വിചാരിക്കുന്നത്. എന്നിട്ട് അവർ കണ്ടമാനം വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഈ ഒരു മെൻറ്റാലിറ്റി നല്ലതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും നല്ലൊരു മെൻറ്റാലിറ്റി അല്ല. കാരണം ഈ ഒരു ഡൗൺഫോൾ എത്ര കാലം ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇതിൽ നിന്നും എപ്പോഴാണ് കമ്പനികൾ റിവൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ക്ലൂവും നമുക്കില്ല. ഇനി എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം, സ്റ്റോക്ക് പ്രൈസ് താഴത്തേക്ക് പോകാൻ പറ്റും. ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആവുമെന്ന് ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സമയത്ത് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സ്റ്റോക്കിൽ പോയി തല വയ്ക്കാതിരിക്കുക. ഞാനിവിടെ പറയുന്നത് IT സെക്ടർ ഇനി ഒരു കാലത്തും റിക്കവർ ആവില്ല എന്നുള്ളതല്ല കേട്ടോ. IT സെക്ടർ വേണമെങ്കിൽ റിക്കവർ ആവാം, പക്ഷെ എപ്പോഴാണ് അത് സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റില്ല, എപ്പോഴാണ് ഈ റിക്കവറി ഉണ്ടാവാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത്രയും കാലം നമ്മൾ നമ്മുടെ പൈസ ഫുൾ ഇതിലിട്ട് വയ്ക്കുന്നതിൽ അർത്ഥമില്ല. അതുമാത്രമല്ല ഭാവിയിൽ ഇത് ഇടിഞ്ഞിടിഞ്ഞ് എത്ര വേണമെങ്കിലും താഴത്തേക്ക് പോകാനും പറ്റും. ഇനി ഈ കമ്പനികളുടെ കേസ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് പുതിയ ടെക്നോളജീസ് വരാം. അങ്ങനെ പുതിയ ടെക്നോളജീസ് വന്ന് കഴിയുമ്പം ഇവിടെയുള്ള ടെക്നോളജീസ് ചിലപ്പം ഔട്ട്ഡേറ്റഡ് ആവാം, ചിലപ്പം ഇത്രയും മാൻ പവർ പോലും കുറച്ച് കഴിയുമ്പം വേണ്ടി വരില്ല. അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വന്നു കഴിയുമ്പം ഇന്ത്യൻ മാർക്കറ്റിന്, ഇന്ത്യൻ IT സ്റ്റോക്സിന്, ഇന്ത്യത്തെ IT കമ്പനികൾക്ക് ചിലപ്പോൾ അതൊരു നല്ല കാര്യമായിരിക്കില്ല. ചിലപ്പം കുറേ കമ്പനികൾ ചിലപ്പം പൂട്ടിപ്പോവാനോ അല്ലെങ്കിൽ നഷ്ടത്തിലാവാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ നമ്മുടെ പൈസ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക? അപ്പം നമുക്ക് പിന്നെ എന്താണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഈ കമ്പനികളെ നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഈ പ്രശ്നങ്ങളിൽ നിന്നും മെല്ലെ 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 മാറ്റം വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ പൈസ ഇട്ട് തുടങ്ങാം. അപ്പം ഇപ്പോഴേ ഓടിച്ചാടി പോയിടേണ്ട കാര്യമില്ല. ചിലപ്പം കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് ഇതിലും ഭയങ്കര ചീപ്പായിട്ട് ഈ സ്റ്റോക്കുകളൊക്കെ കിട്ടും. അതിനുശേഷം റിക്കവറി സൈൻസ് കാണിച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതാണ് അതിൻ്റെ കറക്റ്റ് ടൈം. ഇപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ സെക്ടർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കമ്പനികളൊക്കെ ലോസ് മേക്കിംഗ് ആയിരുന്നു. അവർ വിചാരിച്ച പ്രോഫിറ്റ് ഒന്നും അവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. AUM ഗ്രോത്ത് ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. ഈ ഇടയായിട്ട് പക്ഷേ എന്ത് വന്നിട്ടുണ്ട്, കുറേ മാറ്റങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ഷെയർ പ്രൈസിലും ഒരു ഇൻക്രിമെൻറ്റ് ഇങ്ങനെയുള്ള കമ്പനികളിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പം IT സ്റ്റോക്സിലും ഒരു റിക്കവറി, കമ്പനികളൊക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് കൊണ്ടുവരുന്ന ഒരു സ്റ്റേജ് തുടങ്ങും. അത് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പൊസിഷൻസും ബിൽഡ് ചെയ്യാം. ആ സമയമാകുമ്പോഴത്തേക്ക് സ്റ്റോക്സ് ഭയങ്കരമായിട്ട് പെർഫോം ഒന്നും ചെയ്യില്ല. കുറേ പേര് പേടിക്കുന്നത് ഈ കാര്യം വെച്ചിട്ടാണ്. കാരണം ഇപ്പം അത് ഇത്രയും ഡൗൺ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഇത്രയും ട്രേഡ് ചെയ്ത ഒരു കമ്പനിയായിരുന്നു, ഇത്രയും റേഞ്ചിലായിരുന്നു മുന്നേ ഉണ്ടായിരുന്നത്, ഇപ്പം ഭയങ്കര ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ ഒരു അവസരം നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ട എന്നാണ് പലരും ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കറക്റ്റായിട്ട് ഈ കമ്പനികളെ ട്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഏർലി ആയിട്ട് തന്നെ, വേറെ ആരും പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ കമ്പനികൾ ചെറുതായിട്ട് പെർഫോം ചെയ്ത് വരുന്ന സമയത്ത് അപ്പോഴാണ് ഇങ്ങനത്തെ കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് ടൈം. ആ സമയമാകുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. എന്തിനാണ് ഇപ്പോഴേ ധൃതി പിടിച്ചിട്ട് പോയിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമ്മുടെ ഉള്ള ക്യാപിറ്റലും കൂടെ കൊണ്ട് കളയുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊരിക്കലും ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല, ഇത് തീർത്തും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇപ്പം ഫിനാൻസ് റിലേറ്റഡ് സ്റ്റോക്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, വളരെ ബോട്ടത്തിൽ തന്നെ പിക്ക് ചെയ്തിട്ട് അതിൽ പൊസിഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഭാവിയിൽ എന്തായാലും നല്ല രീതിയിൽ പെർഫോം ചെയ്യും. ഈ മാർക്കറ്റ് സൈക്കിളിൽ എന്തായാലും പെർഫോം ചെയ്യും. അപ്പം നമുക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് കിട്ടും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, IT സെക്ടർ സ്റ്റോക്സ് ഈ മാർക്കറ്റ് സൈക്കിളിൽ പെർഫോം ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതിപ്പം ഇടിഞ്ഞിടിഞ്ഞ് താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കമ്പനികളൊക്കെ ഡീഗ്രോത്ത് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനത്തെ സ്ഥലത്ത് തലവയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.